നേരത്തെ എന്നോട് സമയം ചോദിച്ചാൽ 12 മണിയായിരുന്നു. ഇപ്പം നമ്മൾ അതിനുശേഷം നമ്മൾ ഏകദേശം എത്ര മിനിറ്റ് സംസാരിക്കുന്ന അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ സമയം നമുക്ക് അറിയാൻ ഫീൽ ചെയ്യും. നമുക്ക് ഇത്ര സമയം പോയി, ഇനി ഇത്ര സമയമേ ഉള്ളൂ, ഇത്ര സമയത്ത് ഇത്ര എഴുതണം. ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല. നമ്മളെല്ലാം കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എഴുതാൻ പോലും നമുക്ക് മടി വന്നു തുടങ്ങി. ആ ഐക്യക്ക് അനുസരിച്ച് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു AI ഞാൻ ഡെവലപ്പ് ചെയ്തു. ഒരാളുടെ ഐക്യൂവിനനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റും AI ഡെവലപ്പ് ചെയ്തു. അതിപ്പോ ഞാൻ ഈ വരുന്ന മെയ് മാസം 26-ാം തീയതി ഫുൾ സ്പ്രേ നമ്മൾ ഏത്ത വിടുന്നില്ലേ, അത് ന്യൂറോജെനസിസ് ആണ്. വളരെ പാടാണ് മാത്സ് പഠിക്കാൻ. മാത്സ് ഇല്ലായിരുന്നെങ്കിൽ എളുപ്പമായത് അങ്ങനെ പറയുന്ന ഒരുപാട് പേര്. അതെന്താ വെച്ചാൽ നമ്മൾ എന്താണ് നമ്മൾ സജഷൻ കൊടുക്കുന്നത്, ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും. ഈ ബ്രെയിൻ ഷാർപ്പ് ആവുന്നത് യോഗ ചെയ്തുകൊണ്ട് മാത്രമാകില്ല. പ്രഷറോട് പറയാനുള്ളത്, എല്ലാവരും യോഗ പഠിച്ചാൽ ഇതാകുമെന്ന് ചിന്തിക്കുന്നെങ്കിൽ എല്ലാവരും എന്നേ ആകേണ്ടതാണ്. അതിന് കൂടെ ചെയ്യേണ്ടത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറോജെനസിസിന്റെ എക്സസൈസുകളുണ്ട്. ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയാൻ കാര്യം, NLP ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ട്. അവർ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി, ന്യൂറോജെനസിസിന്റെ എക്സസൈസുകളാണ് കൊടുക്കുന്നത്. പക്ഷെ അവർ ഈ ഫോക്കസും അറ്റൻഷനും ഇത് നമ്മളെ അറ്റൻഷനും ഫോക്കസും നമ്മളെ ശ്രദ്ധയും കോൺസെൻട്രേഷനും ഇത് മൂന്നും അവർ കറക്റ്റ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ ലൈഫിന്റെ ചിട്ട കറക്റ്റാക്കുക. നമ്മൾ രാവിലെ ഉണർന്ന് ശീലിക്കുക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഫലമായിട്ട് തന്നെ നമ്മൾ ഫോക്കസ് കൂടും, അറ്റൻഷൻ കൂടും. നമ്മൾ ത്രാടക ചെയ്യുമ്പോൾ നമ്മൾ അറ്റൻഷൻ കൂടും. ത്രാടക ഒരു മെഡിറ്റേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം, നമുക്ക് അതിനെ നമ്മൾ ഇത് ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയും ജെനസിസ് എക്സസൈസുകൾ കൊടുത്താൽ നമ്മൾ ബ്രെയിൻ ഷാർപ്പാവും. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് മാത്സിൻ്റെ ക്ലാസ്സുകൾ കിട്ടാറുണ്ട്, ഇംഗ്ലീഷ് എല്ലാം കിട്ടാറുണ്ട്. പക്ഷെ അവരൊന്നും അവരറിഞ്ഞോ അറിയാതെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പകർത്തെഴുതത്തില്ലേ, പകർത്തെഴുതുന്നത് ന്യൂറോജെനസിസാണ്. പകർത്തെഴുതി നമ്മൾ എഴുതുന്നത് എംബോസിഷൻ എഴുതത്തില്ല, അതൊക്കെ ന്യൂറോജെനസിസിന്റെ ഒക്കെ എക്സസൈസുകളാണ്. നമ്മൾ ഏത്ത വിടുന്നില്ലേ, അത് ന്യൂറോജെനസിസാണ്. ഏത്ത വിടുന്നത് ന്യൂറോജെനസിസ്. പുതിയ ന്യൂറോൺ ക്രിയേറ്റ് ചെയ്യും, പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത്, പുതിയ മെത്തേഡുകൾ പഠിക്കുന്നത്, പുതിയ കാര്യങ്ങൾ ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. ഇപ്പം സയൻസിന്റെയും മാത്സിന്റെ ഒക്കെ ഇതുണ്ടാവും. നമ്മളെ മാത്സിന്റെ ഒക്കെ ഫെസ്റ്റുകൾ വരും ഇവർക്ക് വർഷമായിട്ടുള്ള ഈ സയൻസ് ഫെസ്റ്റ്, മാത്സ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പൊ അതിന് കൊടുക്കാനുള്ള ഒരു നമ്പർ ചാർട്ടൊക്കെ ഉണ്ടാക്കാൻ സ്കൂളിൽ നിന്ന് പറയും. പക്ഷെ ഒരു കുട്ടികൾ തന്നെ നിർമ്മിക്കത്തില്ല. എനിക്ക് പിള്ളേരെ സംബന്ധിച്ച് അവര് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, വളരെ പാടാണ് മാത്സ് പഠിക്കാൻ, മാത്സ് ഇല്ലായിരുന്നെങ്കിൽ എളുപ്പമായത് അങ്ങനെ പറയുന്ന ഒരുപാട് പേര്. അതെന്താ വെച്ചാൽ നമ്മൾ സജഷൻ കൊടുക്കുന്നത്, ബ്രെയിൻ അത് അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ ഒരു കാരണവശാലും ഡിഫിക്കൽട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ട് തന്നെയായിരിക്കും. എനിക്കൊന്നും ഇത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നതാണ് മാത്സ് പാടാണ്. പിന്നീട് ഇവരും ചിന്തിക്കുമോ മാത്സ് അത്രയും പാടായിരിക്കും, ഞാനും പഠിച്ചു കഴിഞ്ഞാൽ എനിക്കും മാത്സ് പാടായിരിക്കും. അത് നമ്മളെന്താ പറയുക, നമ്മളുടെ ഈ മാത്സിന് ഒരു ലാംഗ്വേജ് ഉണ്ട്, മാത്സ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിന് ലാംഗ്വേജ് ഉണ്ട്, മാത്സ് റീഡിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്, മാത്സ് ലോജിക്കിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് കൃത്യമായിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തെടുത്തതിനാൽ സംഗതി എളുപ്പമാണ്. അതാണ് നമ്മൾ IQ സിസ്റ്റത്തിലൂടെ അവതരിപ്പിക്കുന്നത്. നമ്മളെ എല്ലാ സ്ഥലങ്ങളിലും മാത്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ നേരത്തെ എന്നോട് സമയം ചോദിച്ചായിരുന്നു. ഇപ്പോഴത്തെ സമയം നമ്മൾ ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുമ്പോഴും പിള്ളേർ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോഴും ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എനിക്കിപ്പോ ടൈം മാനേജ് ചെയ്യാൻ പറ്റും. എനിക്കറിയാം ഇപ്പൊ എത്ര സമയം ഇപ്പൊ നമ്മൾ മുന്നോട്ട് വരുന്നത്. നേരത്തെ എന്നോട് സമയം ചോദിച്ചാൽ 12 മണിയായിരുന്നു. ഇപ്പൊ അതിനുശേഷം നമ്മൾ ഏകദേശം എത്ര മിനിറ്റ് സംസാരിക്കുന്ന അറിയാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. നേരത്തെ ഫോക്കസ് കൊടുത്തില്ല, ഇപ്പൊ ഫോക്കസ് കൊടുത്ത് പറയാം. ഇപ്പൊ സമയം എന്ന് പറയുന്നത് 12:13 കറക്റ്റ് 12:13 കറക്റ്റല്ലേ? കറക്റ്റ് 12:13. ഇനിയിപ്പോൾ എനിക്ക് കിട്ടും, ഇനി ആ സമയം കിട്ടും. കാര്യം ഇപ്പൊ പരീക്ഷ എഴുതാതിരിക്കുന്ന ഒരു കുട്ടി, എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടി എക്സാം എഴുതി തുടങ്ങിയതിന് മുമ്പ് അവനറിയത്തില്ല എത്ര സമയമായെന്ന്. പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്ത് അതിനെ നമ്മൾ ബ്രെയിനിൽ എത്തിക്കാൻ പറ്റും. ആ ഒരു കോൺസെൻട്രേഷനിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മുടെ സമയം നമുക്ക് അറിയാൻ ഫീൽ ചെയ്യും. നമുക്ക് ഇത്ര സമയം പോയി, ഇനി ഇത്ര സമയമേ ഉള്ളൂ, ഇത്ര സമയത്ത് ഇത്ര എഴുതണം. അതുപോലെ ക്വസ്റ്റ്യൻസ് വളരെ വേഗത്തിൽ ചെയ്യാനുള്ള ടെക്നിക്കുകളുണ്ട്. നമ്മൾ എൻട്രൻസ് നമ്മൾ ഇപ്പം എല്ലാവരും 10ാം ക്ലാസ്സിലേക്ക് ജയിക്കും. എല്ലാ കുട്ടികളും 10ാം ക്ലാസ് ജയിക്കും. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യേണ്ടത് +1 +2 കഴിഞ്ഞിട്ടുള്ള എൻട്രൻസ് എക്സാമുകൾ. ഇപ്പോൾ LLBക്ക് കാരണം എൻട്രൻസ് വേണം, മെഡിസിന് കാരണം എൻട്രൻസ് വേണം, എല്ലാത്തിനും എൻട്രൻസ് വേണം. അല്ലെങ്കിൽ ജോലി കിട്ടണമെങ്കിൽ SSC ടെസ്റ്റ് എഴുതണം, UPSC ടെസ്റ്റ് എഴുതണം. അവിടെയൊക്കെയാണ് നമ്മൾ വലുതായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഈ ട്രെയിനിങ്ങുകൾ ആരംഭിക്കണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു അഡ്വാൻറ്റേജ്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ടാലൻറ്റിനെ
കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് ഞാൻ ലൈഫ് മുന്നോട്ട് കൊണ്ടുവന്നത്. ഞാൻ വനം വകുപ്പിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറായിട്ട് ജോലിയിലായിരുന്നു. ഞാനിപ്പം അതിന്റെ എല്ലാ മേഖലയും ഞാനിതൊരു 700ഓളം കുട്ടികളെ ട്രെയിൻ ചെയ്തായിരുന്നു. എനിക്ക് ഇടയ്ക്ക് വെച്ച് പറയാൻ മറന്നുപോയി, ഇദ്ദേഹം സർക്കാർ ജോലിക്കാരനാണ്, വനവകുപ്പിലാണ്. ഞാനപ്പോൾ ആലോചിച്ചിരുന്നു ചേട്ടൻ ഇപ്പോൾ ഈ IAS ആണല്ലോ കേരളത്തിലാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും വലുത്. അങ്ങനെയാണെങ്കിൽ അത് ട്രൈ ചെയ്തുകൂടെ എന്ന് ഞാൻ ഇതിനു മുമ്പോട്ട്, അതായത് ചേട്ടൻ്റെ ഒരു പ്രൊഫൈൽ കാണുന്നതിന് മുമ്പോട്ട് ഞാൻ ആലോചിച്ചു, അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഇതൊക്കെ പഠിച്ചുകൂടായിരുന്നു എന്ന്. ഞാൻ കഴിഞ്ഞ 2010 മുതൽ 37 പരീക്ഷകൾ എഴുതിയിട്ടുണ്ട്. എല്ലാം സിവിൽ സർവീസ് സഹിതം എഴുതിയിട്ടുണ്ട്. സിവിൽ സർവീസ് 2 പ്രാവശ്യവും ഇന്റർവ്യൂ ഫെയിൽ ആയ ആളാണ്. പിന്നെ 33 ലിസ്റ്റുകളിൽ മൊത്തം വന്നിരുന്നു. അതിൽ 19 എണ്ണത്തിന്റെ അഡ്വൈസ് വന്നിരുന്നു. അപ്പൊ ഈ വന്ന സമയങ്ങളിൽ എനിക്ക് IBയുടെയും എൻഫോഴ്സ്മെന്റിന്റെ ഒക്കെ ഇത് വന്നതാ. ഞാൻ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ കുറച്ച് ശാന്തമായിട്ടുള്ള ജോലി ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഞാൻ വനം വകുപ്പ് തിരഞ്ഞെടുത്തത്. അങ്ങനെ IB കിട്ടിയതും ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇതിനു വേണ്ടി തന്നെ കളഞ്ഞത്. കാര്യം എന്റെ എയിമും എന്റെ നിയോഗവും കുഞ്ഞുങ്ങളുടെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുക, ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. ഞാൻ സത്യത്തിൽ 99% ഞാൻ അത് വിജയിച്ചതാണ് എന്റെ മനസ്സിൽ പറയുന്നത്. പക്ഷെ ഇത് കൂടുതൽ ആളുകളുടെ ഇടയിലേക്ക് എത്തിയിട്ടില്ല. എത്തണം. കാര്യം എല്ലാവരും ചിന്ത എന്താ പറയുക, പെട്ടെന്ന് എനിക്കിത് കിട്ടണം. ഇപ്പം ബ്രെയിൻ കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരാൾക്കും അറിയില്ല. നമ്മളെല്ലാം കപ്പാസിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എഴുതാൻ പോലും നമുക്ക് മടി വന്നു തുടങ്ങി. കുറെ നേരം നമുക്ക് എഴുതാൻ പറ്റത്തില്ല വലിയൊരാൾക്ക്. എനിക്കൊന്നും ഇപ്പൊ ഫോൺ നമ്പർ പോലും ആരും ഓർത്ത് വെക്കുന്നില്ല. ഫോണിന്റെ ഇപ്പൊ എന്റെയൊക്കെ ആണെങ്കിൽ പഴയ കാലത്ത് ഇപ്പൊ എന്റെ നമ്പർ, അച്ഛന്റെ നമ്പർ, അമ്മയുടെ നമ്പർ ഇതെല്ലാം ഓർത്ത് വെക്കാൻ പറ്റും. അന്ന് ഈ ഫോണില്ലല്ലോ. എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പെട്ടുപോയി കഴിഞ്ഞാൽ വീട്ടിൽ വിളിക്കണമെങ്കിൽ ഈ നമ്പർ ഞെക്കി വിളിക്കണമായിരുന്നു. ഇപ്പൊ ഫോൺ വന്നതിന് ശേഷം ആരുടെ നമ്പർ ഫോൺ വന്നു. ഇപ്പൊ നമ്മള് 10ാം ക്ലാസ് വരെ ഇപ്പൊ നമ്മൾ ഏറ്റവും അടുത്ത ഒരു കുട്ടി പറഞ്ഞതാണ്, +2 കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, ഇപ്പൊ കാൽക്കുലേറ്റർ ഉപയോഗിക്കാം, പിന്നെ എന്തിനു ഇത് പഠിക്കണമെന്ന്. പക്ഷെ ആ കുട്ടി ചിന്തിക്കേണ്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ +2 ജയിച്ചു പോകും. ഇതിന് ശേഷം ആ കുട്ടി എവിടെങ്കിലും ജോലിക്ക് ശ്രമിക്കുമ്പം നല്ല രീതിയിൽ ജോലിക്ക് കയറണമെങ്കിൽ ടെസ്റ്റ് എഴുതണം. എവിടെയായാലും ടെസ്റ്റ് എഴുതിയേ പറ്റൂ. ആ സ്ഥലത്ത് നമ്മൾ കോമ്പറ്റീറ്റ് ആണ്. നമ്മളെ കണക്ക് ഒരുപാട് മിടുക്കരായിട്ടുള്ള ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അവിടെ കോമ്പറ്റ് ചെയ്യുമ്പോൾ അവിടെ ഈ ടെസ്റ്റും കാൽക്കുലേറ്ററും ഒന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അവിടെ ഈ കുട്ടികൾ പെട്ടുപോകും. അപ്പം കുഞ്ഞുനാൾ മുതൽ എന്ത് ചെയ്യണം, നമ്മളുടെ ഇംഗ്ലീഷിന്റെ സ്കില്ല്, ഇംഗ്ലീഷ് ബേസിക് സ്കില്ലുകൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, നമ്മളുടെ ബ്രെയിൻ കപ്പാസിറ്റി, ഇതെല്ലാം ഉയർത്തണം. അത് ഉയർത്താനായിട്ടൊരു സിസ്റ്റം നമ്മളിവിടെ പഠിപ്പിക്കുന്നെങ്കിലും പലയിടത്തും ഇല്ല. ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു കുട്ടിയാണെങ്കിൽ എങ്ങനെയാണ് അത് പഠിപ്പിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് മാറ്റുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റ്? ഞങ്ങളിപ്പോൾ IQD ഒരു സിസ്റ്റം ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കുറെ ആളുകൾ അത് വാങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനത് ഇതിനകത്ത് AI വെച്ചിട്ട്, എൻ്റെ കൂടെ ഒരു സിദ്ധാർത്ഥ് എന്നൊരു പയ്യനുണ്ട്. അവൻ അമേരിക്കയിൽ എലോൺ മസ്കിന് ക്ഷണം കിട്ടിയൊരു പയ്യനാണ്. എനിക്കും അമേരിക്കയിൽ ഒരു ന്യൂറോ ലിങ്കുമായിട്ട് ബന്ധപ്പെട്ട് പണ്ട് ക്ഷണം കിട്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വർഷം കിട്ടിയിട്ട് ഞാൻ പോകാത്തൊരാളാണ്. നമ്മളെല്ലാം ഇന്ത്യൻ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതും അതിനെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. അമേരിക്കയിൽ കൂടുതലും പൈസ കൊടുത്ത് തലച്ചോറുകൾ വാങ്ങിക്കുന്നത്. ഇത് നമ്മളെ സിദ്ധാർത്ഥ എൻ്റെ കൂടെ ഉണ്ട്. സിദ്ധാർത്ഥ ഞാൻ എൻ്റെ കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. AI ആണ് പയ്യൻ. അദ്ദേഹം ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ AI നിർമ്മിച്ചു തുടങ്ങി. അപ്പൊ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ സിസ്റ്റത്തെ AI ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി റിസർച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസമായിട്ട്. അത് പൂർണ്ണമായിട്ട് വിജയിച്ചു. എന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെല്ലാം പല വ്യത്യസ്തമായിട്ടുള്ള ബുദ്ധിശക്തിയുള്ളവരാണ്. ഇപ്പം IQന്റെ പ്രാധാന്യം പറയും, ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമ്മൾ ഓരോ കുട്ടിയുടെ ബുദ്ധിക്കനുസരിച്ച് പഠിപ്പിച്ചാലേ അവർക്ക് അത് മനസ്സിലാവും. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ IQയുടെ സിസ്റ്റത്തിന് ഒരു IQ ടെസ്റ്റ് ഉണ്ട്. അപ്പം അത് ഫ്രീ ആണ്. എല്ലാവർക്കും അതിനകത്ത് ഒരു IQ ടെസ്റ്റ് IQED.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഫ്രീ ആയിട്ട് ആർക്കും ചെയ്യാം. അപ്പം നമുക്കൊരു IQന്റെ വാല്യൂ കിട്ടും. അത് നമുക്കറിയാം. ഇപ്പൊ എന്റേത് കുട്ടികൾക്കൊന്നും മാത്രമല്ല, എല്ലാവർക്കും മുതിർന്നവർക്കെല്ലാം ചെയ്യാം. ചെയ്യുമ്പോൾ ഒരു 120 വെച്ചോ വന്നത്, അല്ലെങ്കിൽ 115 വെച്ചോ. അപ്പൊ അതിനകത്ത് ഏതൊക്കെ മേഖലകളിലാണ് അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും, അവരുടെ ഏറ്റവും വീക്കായിട്ടുള്ളതും സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ അതിനകത്ത് കാണിച്ചിരിക്കും. അപ്പൊ അത് വീക്കായിട്ടുള്ള ഏരിയയാണ് സ്പേഷ്യൽ റീസണിങ് എന്നൊരു ഭാഗമെങ്കിൽ 5 മേഖലയാണ്: പ്രോബ്ലം സോൾവിങ്, ലോജിക്കൽ റീസണിങ്, വർക്കിംഗ് മെമ്മറി, വെർബൽ കോംപ്രിഹെൻഷൻ, സ്പേഷ്യൽ റീസണിങ്. 5 മേഖലയാണ് IQ ടെസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 5 മേഖലകൾ. അത് സ്പേഷ്യൽ റീസണിങ് ഒരു ഭാഗം വീക്കായിട്ടുള്ള കുട്ടിയാണെങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടി എഞ്ചിനീയറിംഗ് പോകരുത്. കാര്യം സ്പേഷ്യൽ റീസണിങ് കുറവാണ് ആ കുട്ടി. അപ്പോൾ ആ കുട്ടി നമ്മൾ വേറെ ഏതെങ്കിലും മാറ്റി വിടണം. ഇൻ കേസ് നമുക്കൊരു 12 വയസ്സിന് മുമ്പ്, എന്നുവെച്ചൊരു 10 വയസ്സ് തൊട്ടേക്ക് നമുക്കൊരു കുട്ടിയെ കിട്ടുകയാണെങ്കിൽ റെഗുലർ ട്രെയിനിങ്ങിലൂടെ നമുക്ക് ഇതിനെ കൂട്ടാൻ കഴിയും. ഞാൻ കുറെ കുട്ടികളെ ട്രെയിൻ ചെയ്ത് മാറ്റിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞു. കുറെ കുട്ടികൾ ഡോക്ടറായിട്ടുണ്ട്, കുറെ കുട്ടികൾ എഞ്ചിനീയറിംഗ് കയറി, സിവിൽ സർവീസ് ഇട്ട് 4 പിള്ളേരുണ്ട്. നമ്മൾ കുറെ SIമാരുണ്ട്. എനിക്ക് കുറെ മേഖലകൾ ഞാൻ പഠിപ്പിച്ചു. കഴിഞ്ഞ 13 വർഷമായിട്ട് കുറെ കുട്ടികളെ PSC പഠിപ്പിച്ചു. സമൂഹത്തിന്റെ ഉന്നത നിലവാരത്തിലിരിക്കുന്ന ആളുകളെ എല്ലാം നിർമ്മിച്ചെടുക്കുന്നുണ്ട്, ഒരുപാട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ 13 വർഷമായിട്ട് ഞാൻ
എൻ്റെ ഇന്റർവ്യൂ കണ്ടിട്ടുള്ള ആൾക്കാർ എന്നെ ചിലതൊക്കെ എന്നെ തിട്ടിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾ, +2, കൊമേഴ്സ്, ഡിഗ്രി, PG, പല മേഖല, PSC, UPSC ഒക്കെ പല കുട്ടികളെയും ഞാൻ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പല രീതിയിലുള്ള ഗൈഡൻസ് ഞാൻ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുവഴി ഗൈഡൻസ് വഴി കിട്ടിയ ഒരുപാട് കുട്ടികൾ നമ്മളുടെ നാട്ടിലുണ്ട്. കുറേ ആളുകൾക്ക് നമ്മളുടെ കോൺടാക്ട് ഇപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനകത്തുനിന്നൊക്കെ മനസ്സിലാക്കി പഠിച്ചൊരു ആശയമാണ് ആദ്യം IQ ടെസ്റ്റ് ചെയ്യുക. IQ ടെസ്റ്റ് ചെയ്ത സമയത്ത് ഇപ്പോൾ IQ മനസ്സിലാവും. ആ IQക്ക് അനുസരിച്ച് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്ന ഒരു AI ഞാൻ ഡെവലപ്പ് ചെയ്തു. ഒരാളുടെ IQ-നനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന AI ഡെവലപ്പ് ചെയ്തു. അതിപ്പോ ഞാൻ ഈ വരുന്ന മെയ് മാസം 26-ാം തീയതി ഫുൾ ഇതിലത് ലോഞ്ച് ആവും. ഇപ്പൊ അത് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലരും വാങ്ങിയിട്ടുണ്ട്. അവർക്ക് അതിനകത്ത് അവർ ചിന്തിക്കാത്ത രീതിയിലുള്ള വ്യത്യസ്തമായ രീതിയിലാണ് അതിനകത്ത് ആശയങ്ങൾ കിടക്കുന്നത്. അതിനകത്ത് എല്ലാ മേഖലകളിലും ഞാൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെയും ന്യൂറോജെനസിസിന്റെ എക്സസൈസ് ആഡ് ചെയ്തിട്ടുണ്ട്. എക്സസൈസ് ആഡ് ചെയ്ത സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് പഠിക്കുമ്പോൾ തന്നെ ഓൾറെഡി അവരുടെ ബ്രെയിൻ ഷാർപ്പാവും. അത് നമ്മളിപ്പോ പഠിക്കുന്നതെല്ലാം ഓർത്തേക്കും. അപ്പൊ അതിനപ്പം നിംഹാൻസ് ഇപ്പം നമ്മളിവിടെ ടൈപ്പ് ആയിട്ട് നിംഹാൻസ് ഇതിനെ വാലിഡേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവര് തുടക്കത്തിൽ ഇപ്പൊ 4-5 ഇത് കഴിഞ്ഞു. അവർ ഓൾറെഡി ഇത് കണ്ടിട്ട് അവർ അവർക്ക് വളരെ ക്യൂരിയോസിറ്റിയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. കാര്യം വളരെ നല്ല രീതിയിലുള്ള സിലബസ് ആണെന്ന് അവർ തന്നെ പറഞ്ഞപ്പോൾ തന്നെ സന്തോഷമുണ്ട്. കേരളത്തിലെ സർക്കാരിൽ നിന്നെന്തെങ്കിലും കേരള സർക്കാർ നമ്മൾ മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയെ നേരത്തെ ഇരുന്ന DPA നമ്മൾ സാറ് DPA വിളിച്ചിട്ട് ഞാൻ പോയി കണ്ടതാണ്. കണ്ട സമയത്ത് നമ്മളിതൊരു NEP-യുടെ ആശയമാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു ആശയമാണ്. ഇതിനകത്ത് ഇനി റിസർച്ച് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് കൊണ്ടാണ് ഇത് ഗവൺമെന്റിലോട്ട് ഇത് എത്താത്തത്. മിക്കവാറും NEP ആശയം നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് തന്നെ ഇത് വരാനുള്ള സാധ്യതയും വിദൂരമല്ല. അത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെയോ കേരള സർക്കാരിന്റെയോ ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ഒരു ആശയത്തിന് വലിയൊരു ആശയമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അടുത്ത തലമുറയെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ജോലികൾ അല്ലെങ്കിൽ സ്കില്ല് മറ്റൊരു രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. AI കാലഘട്ടം വരികയാണ്. പണി പോകുമെന്ന് പറഞ്ഞ് പേടിച്ച് ഡിപ്രഷനും ആങ്സൈറ്റിയും അടിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇനി വരാൻ പോകുന്ന കുട്ടികളുടെ ലൈഫ് തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയൊരു പദ്ധതിയാണ്. അപ്പോൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ ആണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനത്തിലിരിക്കുന്ന അല്ലെങ്കിൽ മിനിസ്ട്രി ലെവലിൽ ഇരിക്കുന്ന ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇതിന് വേണ്ടുന്ന സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കണം. തീർച്ചയായിട്ടും. ഇതിനകത്തൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇപ്പം ഇത് വാങ്ങുന്ന ആൾക്കാരുടെ പ്രത്യേകത വെച്ചാൽ ഇവർക്കൊക്കെ നമ്മളായാലും ആർക്കായാലും പെട്ടെന്ന് ഇൻസ്റ്റന്റ് റിസൾട്ട് വേണം. മുഖം വെളുക്കാനുള്ള ക്രീമുണ്ട്, അതെ, പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ മുഖം വെളുക്കണം, പക്ഷെ പിന്നെ കറക്കാൻ പാടില്ല. എല്ലാവരും പെട്ടെന്ന് ഷോർട്ട് കട്ടാണ് നോക്കുന്നത്. ഷോർട്ട് കട്ട് നോക്കാതെ നമ്മുടെ കുഞ്ഞുനാൾ മുതലേ നമ്മളുടെ ഡെയിലി ഹാബിറ്റ്, ഇപ്പൊ നമ്മൾ ജിമ്മിന് പോകുന്നില്ലേ ശരീരം പുഷ്ടിപ്പെടുത്താൻ എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഷാർപ്പായി തന്നെ ഇരിക്കും.